നമസ്കാരം. നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ശനി. ശനിക്ക് മാത്രം ഈശ്വരസ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു. ശിവപ്രീതി ശനിദേവൻ വരുത്തുകയും തിരിച്ചു വരമായി ലഭിച്ചതാണ് ഈ സ്ഥാനം. അതിനാൽ തന്നെ മറ്റ് നവഗ്രഹങ്ങളിൽ നിന്നും ശനി വ്യത്യസ്തനാകുന്നു. മന്ദഗതിയിൽ യാത്ര ചെയ്യുന്ന ഗ്രഹമാണ് ശനിഗ്രഹം. അതിനാൽ മന്ദൻ എന്നും ഈ ഗ്രഹത്തിന് പേരുണ്ട്. ജാതകത്തിൽ ഇതിനാൽ മാ എന്ന ശനിയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഏവർക്കും ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയം വരുന്നതാണ്. യഥാർത്ഥത്തിൽ ശനിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ വന്നു ചേരുന്ന ഫലങ്ങൾ നാം കൂടുതൽ ഈ സമയം അനുഭവിക്കുന്നു എന്നേയുള്ളൂ. നീതിയുടെ ദേവനാണ് ശനി. അതിനാൽ ദുഷ്കർമ്മികൾ കൂടുതൽ അനുഭവിക്കുന്നു. മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തവർ അധികം പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിതത്തിൽ മുന്നേറുന്നതാണ്. ഇതിനാൽ ജീവിതത്തിൽ നാം ചെയ്ത കർമ്മഫലങ്ങൾ ഈ സമയം നാം അനുഭവിക്കുന്നു എന്നേയുള്ളൂ. അതിനാൽ ഏവർക്കും ഈ സമയം ഒരേപോലെ ആകുന്നതല്ല. ഈ വർഷത്തെ ശനിമാറ്റം ജനുവരി 17 നടന്നിരിക്കുന്നു. ഈ രാശിമാറ്റത്താൽ ചിലർക്ക് ശനിദോഷങ്ങൾ മാറുന്നതാണ്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി മാറ്റത്താൽ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അപ്രതീക്ഷിതമായ സ്വപ്ന സാക്ഷാത്കാരം ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന സ്വപ്നം ഇവർക്ക് നടക്കുന്നതാകുന്നു. ഇത് അപ്രതീക്ഷിതമായി നടക്കുന്നതുമാകാം. പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും ഈ സ്വപ്ന സാക്ഷാത്കാരം ഇവർക്ക് വന്നു ചേരുന്നതാകുന്നു. ശനിയുടെ രാശിമാറ്റത്താൽ സന്താനഭാഗ്യം കൈവരുന്നതാകുന്നു. വളരെ കാലമായി ആഗ്രഹിച്ചും സന്താനഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്ക് ശനിയുടെ രാശിമാറ്റത്താൽ സന്താനഭാഗ്യം കൈവരുന്നതാകുന്നു. അതിനാൽ തന്നെ ഏവർക്കും സന്തോഷിക്കുവാനുള്ള ഒരു അവസരം ശനിയുടെ രാശിമാറ്റത്താൽ വന്ന് ചേരുന്നതാണ്. സൽസന്താനത്തെ തന്നെ ലഭിക്കുവാൻ ശനിയുടെ രാശിമാറ്റത്താൽ ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഇത്. കൂടാതെ അപ്രതീക്ഷിതമായ ലാഭങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഇഷ്ടവിവാഹം നടക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. പരമായി മാറ്റം ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാകുന്നു. അതായത് ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യത കൂടുതലാണ്. ഈ ജോലിയിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതാകുന്നു. അതിനാൽ ഈ ജോലി മാറ്റം ഇവർക്ക് അനുഗ്രഹമായി മാറുന്നതാണ്. ശനിയുടെ രാശിമാറ്റം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഏവർക്കും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പ്രശസ്തി നേടുവാനും സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ച കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ കൂർമ്മ ബുദ്ധിയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. തീർച്ചയായും വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാണ്. ഈ ഫലങ്ങൾ അനുകൂലമാക്കുവാൻ ശനിപ്രീതി നേടേണ്ടത് അത്യാവശ്യമാകുന്നു. ശനിപ്രീതി നേടുവാനായി ശിവഭഗവാന് വ്യാഴാഴ്ച ദിവസം ധാര നടത്തുന്നത് ഉത്തമമാകുന്നു. ഇടവം, കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ ഇടവം രാശിയിൽ വരുന്നു. ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റത്താൽ ഇനിയുള്ള അടുത്ത വർഷങ്ങളിൽ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്നതാകുന്നു. ഇനിയുള്ള വർഷങ്ങൾ ഇവർക്ക് സൗഭാഗ്യകാലമാകുന്നു. കർമ്മമേഖലയിൽ ഉയർച്ച നേടുകയും അതിനാൽ സമ്പത്ത് വർദ്ധിക്കുവാൻ കാരണം ആവുകയും ചെയ്യുന്നു. കൂടാതെ പല തരത്തിലുള്ള പുതിയ ജോലികളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാമ്പത്തികമായ ഉയർച്ച നേടുവാനും സാധിക്കുന്നതാകുന്നു. സ്വന്തമായ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് പുതിയ വീട് പണിയുവാനും വീട് പണിത് താമസമാക്കുവാനും സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വീട് സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട് സ്വന്തമാക്കുവാനോ ഇവർക്ക് സാധിക്കുന്നതാണ്. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ് ശനിയുടെ രാശിമാറ്റത്താൽ വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ ഈ അനുകൂലമായ സമയം വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഇതിലൂടെ അപ്രതീക്ഷിത സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ഉയർച്ച നേടുന്നതിലൂടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത്. അതിനാൽ തന്നെ സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ബിസിനസ് പരമായി കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ ലാഭം വന്ന് ചേരുന്നതാകുന്നു. ഇവർക്കും അനുകൂലമായ സമയം ഇതിനാൽ വന്ന് ചേരുന്ന സമയമാണ്. കൂടാതെ പല തരത്തിലുള്ള ഉയർച്ചയും ഈ ബിസിനസ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. എങ്കിലും സൂക്ഷ്മതയോടെ ചെയ്യുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും പ്രശസ്തി നേടുവാൻ സാധിക്കുന്നതുമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ ശനിദേവനെ നിത്യവും പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഈ അനുകൂല ഫലങ്ങൾ ജീവിതത്തിൽ ഫലപ്രദമാകൂ. അതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ നെയ്യഭിഷേകം കഴിക്കുന്നത് ഉത്തമമാകുന്നു. ഇതിലൂടെ ദോഷങ്ങൾ മാറുകയും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ദുരിതങ്ങളും കഷ്ടതകളും തടസ്സങ്ങളും ഒഴിയുന്ന സമയമാണ് ശനിമാറ്റത്താൽ വന്നു ചേർന്നിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. പല വിധത്തിൽ ഇവർക്ക് ലാഭം അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണിത്. അതിനാൽ തന്നെ ശനിമാറ്റത്താൽ തൊഴിൽ ലഭിക്കുന്നവരാണ് മിഥുനം രാശിയിലുള്ളവർ. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അതെല്ലാം രമ്യതയിൽ പരിഹരിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ജീവിതത്തിൽ നേരിടുന്ന പല തടസ്സങ്ങളും മാറി സമാധാനം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാകുന്നു. സമ്പത്ത് കൃത്യമായി ഉപയോഗിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും ജീവിതം രക്ഷപ്പെടുവാനും പല അവസരങ്ങളും ഇവരെ തേടിയെത്തുന്നതാകുന്നു. അത് കൃത്യമായി വിനിയോഗിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയും സാമ്പത്തികമായി ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. വീട് പണി തീർക്കുവാൻ സാധിക്കുകയും വീട്ടിലേക്ക് താമസം മാറുവാൻ സാധിക്കുന്നതുമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് വിവാഹം നടക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിയമപരമായി പല ഗുണാനുഭവങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കുന്നതിലൂടെ ദോഷഫലങ്ങൾ മാറുകയും ശനി പ്രീതിയിലൂടെ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് കന്നി രാശിയിൽ വരുന്നത്. തൊഴിൽ രംഗത്ത് പുരോഗതി നേടുന്ന സമയമാണ് ഇത്. കൂടാതെ ശത്രുക്കളാലുള്ള ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ആശ്വാസം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അപ്രതീക്ഷിതമായി വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരുന്നതാണ്. വിദേശയാത്രയുടെ ഗുണഫലത്താൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. അത് തടസ്സങ്ങൾ കൂടാതെ ഇവർക്ക് വന്ന് ഭവിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായ പ്രശസ്തി നേടുവാനും സാധ്യത കൂടുതലാകുന്നു.
പൊതുവെ ഗുണാനുഭവങ്ങൾ ഏവർക്കും വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന സമാധാനം ഇവർക്ക് പല സന്ദർഭങ്ങളിലും ലഭിക്കുന്നതാണ്. കുടുംബ ഐക്യം വർദ്ധിക്കും എങ്കിലും ചില അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകും. എന്നിരുന്നാലും അവ രമ്യതയിൽ പരിഹരിച്ച് മുൻപോട്ട് പോകേണ്ടതാകുന്നു. കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടാകും എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഇതിലൂടെ സാമ്പത്തികമായ ഉന്നതി ഇവർക്ക് വന്നു ചേരുന്നതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നതും കൂടാതെ നീലാഞ്ജനം അർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. ഇതിലൂടെ ശനിപ്രീതി വന്നു ചേരുകയും ജീവിതത്തിൽ ഈ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പുരാടം, ഉത്രാടം, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് നിന്നും പണം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. സഹോദരങ്ങളായി നല്ല ബന്ധം ഇവർക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. പല ആവശ്യങ്ങൾക്കുമായി പോകുന്ന യാത്രകൾ വിജയിക്കുകയും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സന്താനഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സൽസന്താനത്തെ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. പുതിയ ജോലി നേടുവാനും ആ ജോലിയിലൂടെ സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് നേടുവാനും സാധിക്കുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം നേടുവാനും ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു. എങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കച്ചവടക്കാർക്കും ലാഭം നേടുവാൻ സാധിക്കുന്ന അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് ലാഭങ്ങൾ വന്ന് ചേരുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കുകയും അതിലൂടെ ജോലി ഇവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അനുകൂലമായ മാറ്റങ്ങളാണ് ശനി മാറ്റത്താൽ ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും ശനിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കുന്നതിലൂടെ ശനിദേവനെ പ്രീതിപ്പെടുത്തി ഈ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇവർക്ക് ഉയർച്ച നേടുവാനും സാധിക്കുന്നതാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് മകരം രാശിയിൽ വരുന്നത്. ഇവർക്ക് അനുകൂലമായ സമയമാണ് രാശി മാറ്റത്താൽ വന്ന് ചേർന്നിരിക്കുന്നത്. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുകയും അതിനാൽ തന്നെ പല കാര്യങ്ങളും വിജയകരമായി ഇവർക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും മനസന്തോഷവും ഇവർക്ക് വന്നു ചേരുന്നതാകുന്നു. ഒന്നിൽ കൂടുതൽ വരുമാനം ഇവർക്ക് വന്നു ചേരുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാകുന്നു. ജീവിതത്തിൽ വിജയം നേടുവാൻ ഇവർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാകുന്നു. കൂടാതെ ദേഷ്യം നിയന്ത്രിച്ചില്ല എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതല്ല. അതിനാൽ തന്നെ ഈ കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഇവർക്ക് ഈ സമയത്ത് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സാമ്പത്തിക അച്ചടക്കം അത്യാവശ്യമാകുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ്. അതിലൂടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. പുതിയ തൊഴിൽ ഇവരെ തേടി എത്തുകയും ആ തൊഴിലിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് മാറ്റത്താൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണ് ചെയ്യേണ്ടത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കഴിക്കുക. ഇതിലൂടെ ശനി പ്രീതിയിലൂടെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാണ്.